ഹലോ ഗായ്സ്, അപ്പൊ നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. പറയാ നമ്മളെങ്ങനെ പോണേ? വീട്ടിൽ കിടന്ന് പറയാനുള്ള ഒരു ചെറുക്കനൊക്കെ. അപ്പൊ സമയം 12 മണി വരെ കഴിഞ്ഞു. 1 മണി 1:30 കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മളെ കുഞ്ഞാപ്പൂ, ഞങ്ങളുടെ അടുത്തുള്ള കുഞ്ഞാപ്പൂടെ അടുത്ത് നമ്മള് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. നമ്മുടെ കൂടെ ഉള്ളത് ക്യാമറ ഇർഫാൻ, റസാഖ്, പോടോ. നമ്മള് ഇനി ഫുഡ് കഴിക്കാൻ പോവാണ്. അപ്പൊ ഫുഡ് കഴിക്കാൻ പോവാ. എന്താ ഇർഫാനെ? അപ്പൊ എന്താ അവിടെ ഉള്ള എന്താ സ്പെഷ്യൽ എന്താ അവിടെ? മാങ്ങാക്കറിയും പിന്നെ ബീഫ് റോസ്റ്റും ചിക്കൻ ഫ്രൈയും. ഇതൊക്കെ 1 മണിക്ക് മുന്നേ ചെന്നാലും കണ്ടാർന്ന് കിട്ടുള്ളൂ. അല്ലാണ്ട് 2 മണിക്ക് വന്നിട്ടാണ് എനിക്ക് തോന്നുന്നത് അവിടെ ഫുഡ് കിട്ടുള്ളൂ. മിക്കവാറും മൂഞ്ചണ്ടി വരും മിക്കവാറും. പിന്നെ അവിടെ ആരുള്ള അമ്മാര്? സൽമാൻ, ഷബീൽ, എല്ലാരും ഉണ്ട്. എല്ലാ റോട്ടിൽ കൂടെ പോണവരെയൊക്കെ ആരാട്ടിനെയൊക്കെ വിളിക്കുന്നുണ്ട്. അതൊക്കെ പോകാനാണ്, കയറ്റി പിടിക്കണോ? ഞങ്ങൾ പൈക്ക് വന്നാൽ മതിയോ? ഗായ്സ്, അപ്പൊ ചെന്നേ അങ്ങോട്ട് വെച്ചാ. നമ്മുടെ കഴിഞ്ഞ വ്ളോഗ് കാണാത്തവരുണ്ടെങ്കിൽ കഴിഞ്ഞ വ്ളോഗ് കാണുക. ഒരു ബൗളിങ്ങിന്റെ കിടിലൊരു വ്ളോഗാണ് നമ്മൾ ഇട്ടേക്കുന്നത്. അപ്പൊ റഹീമിന്റെ ഒക്കെ അന്യായ കളി അതിനകത്ത് കാണാൻ പറ്റും. കളി 0-110. ഇതാണ് റഹീമിന്റെ അവസ്ഥ. അപ്പൊ എല്ലാരും കഴിഞ്ഞ വ്ളോഗ് കാണാൻ ശ്രമിക്കാം. നമ്മുടെ 4000 ഫോളോവേഴ്സ് ആകാൻ പോകുന്നു ഗായ്സ്. സോ 4000 ഫോളോവേഴ്സ് ആയി, പക്ഷെ 250 വ്യൂസിന്റെ മേളിൽ കിടക്കല. 4000 388 ഫോളോവേഴ്സ് ആയിട്ടുണ്ട്. അപ്പൊ 350 വ്യൂസ് ആണ് നമ്മുടെ ലോങ് വീഡിയോ ഒക്കെ ഏറ്റവും കൂടുതൽ കിട്ടിയത്. അതിനകത്ത് നമ്മുടെ പിള്ളേർ തന്നെ എല്ലാം 2 പ്രാവശ്യം വെച്ച് 250 പ്രാവശ്യം കണ്ടിട്ട്. എന്തിനു പറയും? 4250 അതാ നമ്മള് വളർന്നിട്ടുണ്ടോ കേട്ടോ. അപ്പൊ നമുക്കിനി അവിടെ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. ഹലോ ഗായ്സ്, അപ്പൊ നമ്മൾ കുഞ്ഞാപ്പൊന്ന് ഫുഡ് കിട്ടിയില്ല. നമ്മൾ ചമ്മി, നമ്മൾ മൂഞ്ചി ഗായ്സ്. അവിടെ ഒരു ക്യാമറ ഉണ്ട്. ക്യാമറ അടിച്ചു തോന്നെ. ഇഞ്ചിത്താനെ ഇഞ്ചി ഊഞ്ചിയായി. പിന്നെ അപ്പറ ഞങ്ങള് ഷാലിമാറിലായിട്ട് പോണേണ്. കുഞ്ഞാപ്പൊന്ന് ഫുഡ് കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് എന്റെ വീട്ടിൽ പോകൂ. നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. ഒരു സ്ഥലത്ത് തോറ്റ അടുത്ത സ്ഥലത്ത് നമ്മൾ പിടിക്കും. ഒട്ടപ്പാതിരാത്രി വെച്ചടിപ്പിച്ചത് ഫുഡ് വാങ്ങിച്ചു പറ്റിച്ച് ഗൈസ്. അപ്പൊ ഇനി അടുത്ത സ്ഥലത്തായിട്ട് പോയിട്ട് നമുക്ക് അവിടെ വെച്ച് ബാക്കി വിശേഷങ്ങൾ കാണാം. ഗൈസ് സാധനം തീർന്നു ഗൈസ്. ഇർഫാനുണ്ട്, അക്ബർ ഷാ, രഹീം. ഡ്രസ് കണ്ടിട്ട് 40 വരെ വെച്ചിട്ട് തീർന്നു. കുഞ്ഞാപ്പൂ സീനാട്ടോ. നമ്മള് സീറ്റ് മാറട്ടെ. എന്താ ഇനി ഒന്നുകൂടി പറയണ? കന്നഡ എടുത്തില്ല ഗായ്സ്, കന്നഡ എടുത്തില്ല. ബ്ലോഗ് ചെയ്യാൻ അറിഞ്ഞില്ല, അൺഎക്സ്പെക്ടഡ് ആയിട്ട് വന്നാണ്. ഞാൻ ഡ്രസ് എടുത്തിട്ട് വീട്ടിൽ പോയി ചോറും കറി തിന്നിട്ട് ഞാനാണ് ഉമ്മാരൊക്കെ നട്ടപ്രാന്തില് ഇവിടെ ഷാലിമാറിൽ കുത്തിരിക്കും. ഇർഫാൻ ഹലോ ഗൈസ്. നമ്മുടെ ചേട്ടന്മാര് നായകൻ. എന്തുട്ടാ, പൊറോട്ട ഉണ്ട്, പിടിയുണ്ട്, പിന്നെ വെജിറ്റബിൾ കറി ഉണ്ട്. എനിക്കൊരു കട്ടൻ. നിനക്കോ? 2 പൊറോട്ട. ഇല്ലില്ല, ആരെങ്കിലേക്ക് വിളിക്കാൻ പിടിക്കും.
അപ്പൊ നമുക്ക് കാര്യം ചെയ്യാം. നേരെ വരച്ച് വീട്ടിലോട്ട്. രണ്ട് റോസ്റ്റ് ഉണ്ട്, ഫിഷ് അൽഫാം ഉണ്ട്. ഫിഷ് ഏതാന്ന് നോക്കിയേ. നട്രോ ഏതാ? നട്ര പിന്നെയാ പറയ്. സിലോപ്പി മസാല. ഹായ് അച്ഛനോണ. ഇപ്പൊ എന്ത് ചെയ്യും? ബാക്കി എല്ലാം കഴിഞ്ഞു. ചതിച്ചു നമ്മള്. ഞാൻ പറയുകയാണെങ്കിൽ വീട്ടിൽ പോയി നല്ല പത്തിരി അടിച്ചിട്ടുണ്ടാവും. കട്ടൻ ചായ ഉണ്ടോ? എന്തിനും കൂട്ടി കഴിക്കും. എന്തായാലും വന്നിരുന്ന് എറണാകുളത്തേക്ക് പോകാനോ? ഇല്ല സമയേ 1:30 2 മണി വരെ ഉള്ളൂ. ഇത് പൂട്ടണ സമയായി. അപ്പൊ ഞങ്ങൾ അടുത്ത സ്പോട്ടിലേക്ക് പിടിച്ചാ ഞങ്ങൾ ഇനി അടുത്ത സ്പോട്ടിലേക്ക് പോട്ടെ. അത് നോക്കി പിടിച്ചാ. അപ്പൊ ഇനി കട അന്വേഷിച്ച് പെരുമ്പാവൂര് ടൗണിൽ കൂടെ രാത്രി നടക്കാം. വീണ്ടും 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 ഇന്ന് നക്കിയ ദിവസമായില്ലോ. പോലീസുകാരെ മഴ ലിഫ്റ്റ് വെച്ചാലോ സാറേ. ബൈ 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 ബൈ. 1x ഇട്ടേക്ക്. പോലീസുകാരെ എടുക്കണ്ട്. ഇർഫാനെ പിടിക്കാൻ വന്നാണ്. ഇവരാണ് കൾപ്രിറ്റ്. ബാംഗ്ലൂർ കളികൾ പിടിയും. സൽമാന്റെ സ്റ്റഫ് ഉണ്ട്. സൽമാനാണ്. ഉൾപ്പെടുത്ത് എല്ലാരും ഉൾപ്പെടുത്ത്. മാറൂഫിന്റെ കൂട്ടുകാരൻ. ഗായ്സ് അക്കോ വിശന്നിട്ട് വള്ളട ക്യാമറ ഓഫ് ചെയ്യണം. എടാ മറ്റേ ജോസേട്ടന്റെ തട്ടടയിൽ ഉണ്ടാവും ഇനി. ഇവിടെ താഴെ തട്ടടയുണ്ട്. തട്ടട പോണ്ട. ഇനിയിപ്പോ റോയിലി പോണോ? എവിടെ? ഇന്നിവിടെ കടയൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ അടുത്ത് വെക്കും. എവിടെ നോക്കില്ല. എറണാകുളം ജില്ല വിട്ട് പോണ. എന്നാ പിടിച്ചോ. അപ്പൊ പോയോടത്തുനിന്നൊക്കെ മൂഞ്ചിണ്ട്. അത്താഴം കഴിക്കാൻ വേണ്ടി ഇറങ്ങി. പത്തായല്ല ഒന്നുമില്ലാത്ത അവസ്ഥയായി. ഇവനൊക്കെ കൂടെ കൂട്ടി പോർത്തു. നമ്മളൊക്കെ നശിപ്പിക്കുന്നതിനാണ് റസാഖ്. നമ്മൾ എന്തൊക്കെ പ്ലാൻ ചെയ്ത മട്ടൻ നടന്നില്ല. ഇല്ല ഇന്നൊരു കനം പിഴച്ച ദിവസം. ഇനിയാടാ റോയലായിട്ട്. അപ്പൊ ഗൈസ് ഞങ്ങൾ ഇനി തിരിച്ച് റോയലായിട്ട്. അതിന് റോയലിലേക്കുള്ള കാഴ്ചകളിലായിട്ട് പോവാം. ഗാഡി പാടി എടുത്തോ. ഗാഡി പിന്നെ നേരെ റോയലിലേക്ക്. ഈ സാധനം കൊള്ളാട്ടോ. ഈ ഫീച്ചർ ഉള്ളതുകൊണ്ട് ഇപ്പൊ സ്വന്തമായിട്ടാണെങ്കിലും നമുക്ക് പരിപാടി ചെയ്യാം. വണ്ടി എടുത്തേക്ക് കിട്ടേ. അമ്മരെ കാണിച്ചു കൊടുക്കാം. കാറില് റമദാൻ മുബാരക്. ജോ ആരാ അങ്ങോട്ട് എന്താ ഉള്ള പെരുമ്പാവൂർ ടൗൺ അറിയാൻ പോലെ കുറച്ചാൾ ഇവിടുന്ന് മാറി നിന്ന് പറഞ്ഞപ്പോ ചെക്കൻ ഹാഫിദാട്ടാ പുള്ള. ഇത് ഫ്രണ്ടിലിരിക്കുന്ന പുള്ള ഹാഫിദാണ്. ഇനി പോയിട്ട് താജ്ജുദ് സ്കെച്ചിട്ട് കിടന്നുറങ്ങാനുള്ളതാണ്. യോയൊക്കെ കാണിക്കുന്നത്. കിടന്നോ. കാറിലാണ് ടീമേ അലുവ ഇറങ്ങി അത്തായി കഴിക്കാൻ വേണ്ടി ഇറങ്ങിയതാ. കട്ട പോസ്റ്റ് കാടിവെള്ളം പോലുമില്ല. പട്ടീനെടുക്കണതിനാ ഫ്രണ്ടിലേക്ക് പട്ടീനെ കാണുക പറയണ്ടേ. എനിക്കറിയാൻ പാടില്ല ഇവന്റെ വൈബ് എന്താന്ന്. ഇവരെ ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഗായ്സ് ഞങ്ങള് റോയലായിട്ട് ഇനി ചായ കുടിച്ച് വീട്ടിൽ പോയി പിരിയാന്ന് കരുതുന്നു. അപ്പൊ ഞങ്ങളിനി വീട്ടിൽ ചെന്നിട്ട് കാണാം. അല്ല റോയലിൽ ചെന്നിട്ട് കാണാം. അവരാണ് പറഞ്ഞത് ചാമ്പ്യന്മാരൊക്കെ വന്നിട്ടുണ്ട്. ചാമ്പ്യൻ തന്നെ ഇവനൊക്കെ
ചാമ്പി 10 മണിക്ക് വിളിച്ചിട്ട് ഞാൻ ഇപ്പൊ വരാ ഇവന്റെ അത് ഈ വണ്ടിമേന്ന് ഒന്നും ഇറങ്ങി വന്നേ. അവന് MT ഒന്നും ഉണ്ടായിരുന്നില്ല. അവന്റെ ഗേൾ ഫ്രണ്ട് പറഞ്ഞു MT ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സെറ്റ് ആവും. അങ്ങനെ അവൻ വീട് പണയം വെച്ചെടുത്ത് MT ആണത്. വണ്ടി പോസല്ലേ ആ MT നീയുള്ള ബന്ധം വിട്ടു. ചാമ്പ്യൻ ഒരു വാക്ക് കാണിച്ചു കൊടുക്കണം. 10 പേര് കാണട്ടെ. 4 പേര് മുന്നിൽ അറിയണം ചാമ്പളവനാണ്. എന്താ എല്ലാരും റോയലിലൊന്നും ഫസ്റ്റ് പ്രൈസ് ആണ്. ഒരുവായി തരാർന്നിട്ടാ ഒരുവായി തരാർന്നിട്ടാ വെസ്പ് അണ്ടകടാത്തി പിടിച്ചൊക്കെ ചെറുക്കെ അവിടെ എല്ലാം വാങ്ങിച്ചു തിന്നുണ്ട്. ബില്ല് വരുമ്പോ അറിയാം എന്തോരാവുന്നു. അസ്രന്തേ അസ്കർക്ക പേരേതാ? അതല്ല റിയാസ് കത്ത്. വേറെ ഷുഗർ കട്ടായ നമ്മുടെ ജിം സുഹൃത്തെ ജിമ്മ് ഷുഗർ കട്ട് ചെയ്തു. ബസ്സിനെ കണ്ണാണാനുള്ള ഷുഗർ കട്ട് ചെയ്തു. ഇന്നലെ ഉണ്ടാക്കിയതായിരിക്കും. ഇന്നലെ ഉണ്ടാക്കിയതായിരിക്കും. വലിയ ബാഡില്ല. അത് കുഴപ്പമില്ല. ഷുഗർ കട്ട് ചെയ്യാന്ന് ജിമ്മിലാക്കാൻ പറഞ്ഞു. ഷുഗർ കട്ട് ചെയ്തു. ഇത്ര ദിവസം വാങ്ങി കട്ടിലായിരുന്നു. തിന്നാൻ കിട്ടില്ല എന്ന് പറഞ്ഞ ഷുഗർ കട്ട് ചെയ്തു. ഇന്നലെ ഒരു 5 ഷുഗർ കട്ടിലായിരുന്നു. തിന്നാൻ കിട്ടില്ല എന്ന് പറഞ്ഞപ്പോ അപ്പൊ തന്നെ ഞാൻ ക്യാമറയുടെ പുറകിൽ ഫറാൻ. എന്താണ് പേരിന്റെ ഫ്രണ്ടിൽ ഉണ്ടായിരുന്നോളാ? പേരിന്റെ ഫ്രണ്ടിൽ എന്തുണ്ടായിരുന്നോളാ? ഫർഹാൻ. ഓ പോടാ. നീയൊക്കെ പൊക്കോ നോക്കടാ. ആയിക്കോട്ടറാ. ചാമ്പി നായി. വെറും നായി അല്ല, ഒടിക്കൽ നായി. നോക്കടാ. ഇവനെ ഒടിച്ചടാ. നിന്നെ ഒഴിവാക്കിയത് ഉറപ്പൂർവ്വം വെറുതെ ആവൂലല്ലോ അല്ലെ. അവന് മനസ്സിലാക്കാ ഒഴിവായി പോവാ. പിന്നെ പുറകെ വന്നോട്ട് നമ്മളെ പുറകെ വന്നേ. നീ ആ വീഡിയോ കൊണ്ട് പോടാ. അവൻ നിന്നെ ഒഴിവാക്കി പോകുന്നത് ട്രയൽ ഓൺ വീൽസിന്റെ മുതലാളിനെ ബെസ്റ്റ് ആയിട്ട് വന്ന. ആയിക്കോട്ടെ പോയാലോ പോകോടാ. ആയിക്കോട്ടെ. ഇതിപ്പോ എത്രാമത്തെയാണ് ബ്രോ? എത്ര കഴിച്ചു? തുടങ്ങിയിട്ടുള്ളൂ. ഞാൻ പറയാം, അവസാനം ഇതിനൊരു അവസാനം ഉണ്ടെന്ന് ഒന്ന് പിടിച്ചാ. നീ നമുക്ക് കടികളിലേക്ക് പോകാം. എന്തത് എനിക്ക് പറഞ്ഞു ബീഫ് കട്ട്ലറ്റ് അടിപൊളിയാ. പഴത്തിന്റെ ടേസ്റ്റ് ഉണ്ട്. ഇതാണോ പഴത്തിന്റെ ടേസ്റ്റ്? ഇപ്പൊ ബീഫ് കട്ട്ലേറ്റ് എടുത്താ പഴത്തിന്റെ ടേസ്റ്റ് ബീഫ് കട്ട്ലേറ്റ്. എന്നൂടെ എന്നെ നെഞ്ചെടുത്ത് നോക്കണേ. എന്നെ മോന്തി ഇട്ടേ അവരെ വെക്കണം. ഇതിപ്പോ 2 പേര് 4 ഇട്ടേ. ആയതുകൊണ്ട് എനിക്ക് മനസ്സിലായില്ലേ. കഴിച്ചോ ടേസ്റ്റ് കഴിച്ചേ. വേണ്ട അതുകൊണ്ട് കേട്ടോ.
ഇതൊന്ന് എവിടെയെങ്കിലും വെക്കാൻ പറ്റുമോ നോക്കട്ടെ. ഞങ്ങൾ ഓടിയിട്ട് കാര്യമില്ല, ഞങ്ങൾ ഓടിയിട്ട് കാര്യമില്ല. 4K ഡിസ്റ്റൻസിൽ ഇയാൾ പിടിക്കപ്പെട്ടു. ഇതെന്തായാലും നാളെ കയറും. നാളെ രാവിലെ നമ്മുടെ റമദാനായിട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി രണ്ടു വാക്ക് പോവല്ലേ? എന്ത് പരിപാടി? ഈ മനുഷ്യനെ അറിയോ നോക്കാം. ഞാൻ ക്യാമറ ഓഫ് ചെയ്തിട്ട് വരാം കേട്ടോ. അപ്പൊ കാണാം. വാ കൈ പൊള്ളിയാ അത് ൂപ്പിന്റെ ചായ കൈ പൊള്ളി. എന്ത് ചൂടാ ചായക്ക്? ഇതിനകത്ത് പറയണം, അതിനകത്ത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇല്ലടാ ഹറാം ഇത് ലൈവ് ഇതിന് റെക്കോർഡ് ചെയ്ത് കാണിച്ചെടുക്ക്. എന്ത് തോന്നുന്നു ഈ ഒരു സാഹചര്യത്തിൽ? നല്ല വിഷമമുണ്ട്. എന്തായാലും വയറിൽ കുറച്ച് ഇതൊക്കെ വന്നു. നീ വിളിച്ചപ്പേ ഞാൻ എന്താ ആ 10 അടിച്ച് ഞാനത് മുക്കി തിന്നോണ്ടിരിക്ക. എനിക്ക് കുഴപ്പമില്ല. ഞാനൊരു വിളിച്ചു ഇവർ രണ്ടാഴ്ച ഞാൻ പോകത്തില്ല. നാളെ നിങ്ങൾക്ക് വീട്ടിൽ കയറി കിടന്ന് തുടങ്ങിയത്. ജിംനാസിലും തൊട്ടുള്ള ഫുഡുണ്ടോ? തേങ്ങാച്ചോറ് വെച്ചാ ചിക്കൻ ബിരിയാണി. ഇതിപ്പോ എത്രാമത്തെ സ്പോട്ടിലേക്ക് പോണേ? 4ാമത്തെ സ്പോട്ടിലേക്ക്. ഇന്നത്തെ 4ാമത്തെ സ്പോട്ടിലേക്ക്. അപ്പനോടത്തോ അപ്പന. അപ്പൊ ഇനി അടുത്തത് ജിബിനാസ് കഫേയിലേക്കാണ്. അവിടെ ചെന്നിട്ട് ബാക്കി കാണാം. അപ്പൊ അടുത്തൊരു വീഡിയോ അടുത്തല്ല, നമ്മൾ ഇനി പോകുന്നത് ജിബിനാസ് കഫേ. ഇതിപ്പോ ഇന്നത്തെ 4ാമത്തെയാണ്. എവിടേക്കാണാവോ? രാത്രി 2 മണി 6 അത്താഴം കഴിക്കാൻ വേണ്ടി ഇറങ്ങിയതാ. ഇതിപ്പോ 4ാമത്തെ കടയിലേക്കാണ് പോണത്. അവിടെ എങ്ങനെ ഉണ്ടാവും നമ്മൾ പ്രതീക്ഷിക്കുന്നു. പിന്നെ ബാക്കി അവിടെ വെച്ച് കാണാം. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ ധനത്തിന് പൂഞ്ചി ആ കടയും അടച്ചു. അത്താഴം മുടങ്ങി. രാവിലെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും പോയി കഴിക്കണം. ഇനി സുബൈ ബാങ്ക് വിളിക്കുമ്പോ ഉമ്മ വിളിക്കും. ഉമ്മാടെ നിന്നെ എന്ത് പറയും? പഠിച്ചോനെ ഒന്ന് പിടിച്ചാ. അപ്പൊ ബിരിയാണിയും കഴിച്ചു, മാങ്ങാക്കറിയും ചോറും കഴിച്ചു, ചിക്കൻ പൊരിച്ചതും തിന്നു. 1x പോയിന്റിലാ. അപ്പൊ എല്ലാം കഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോരുത്തരെ കഴിച്ചൊരു അഭിപ്രായം ചോദിക്കാം. പറയൂ. ഞാൻ വല്ല കട്ട്ലേറ്റ് കഴിച്ചു, ചായ കുടിച്ചു. ഓ അത് മതി. അത് മതി. അത്താഴായിണ്ട്. ഇനി നിനക്ക് പറയാനുള്ളത് കേൾക്കാം. ബിരിയാണിയിലെ ബീഫ്. ഇവിടെ എന്തൊക്കെ തേങ്ങയുള്ള ഫുഡുണ്ടോ? ഇനിയിപ്പോ ഇപ്പൊ നമ്മുടെ 5ാമത്തെ സ്പോട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പൊ 5ാമത്തെ കട കഴിക്കാൻ വേണ്ടി ഇറങ്ങിയ 5ാമത്തെ കട. എന്തുട്ടുള്ളേ?
അത് ബട്ടർ ചിക്കൻ ബട്ടർ ചിക്കൻ അല്ലേ ബട്ടർ ചിക്കനാ ആ ബട്ടർ ചിക്കനാണ് വെള്ളയിൽ കേട്ടോ അതാണ് ബട്ടർ ചിക്കൻ ബട്ടർ ചിക്കൻ പൂരാ സാമാനെ ഒരു ഹായ് പോലും ഹായ് ഹായ് നമ്മുടെ ആളാണ് അച്ഛൻ മലയാളം അറിയാം വീഡിയോ यूट्यूबर हाँ 1 मिनट अभी आएगा 1 मिनट എന്താ പ്ലാൻ ഒരാള് 300 ഇട്ടാ സംതിങ് ആ 300 ഞാൻ ഒരു 300 വെച്ചിട്ട് എന്റെ വയറിറങ്ങാ അതിനുള്ള കഴിക്കാൻ അതിനുള്ള കഴിക്കാൻ ഇവിടുന്ന് കിട്ടും എനിക്കൊരു ചാളം നിർത്തിപ്പിടിച്ച് കണ്ടോ കാണാനല്ല ചാളം ഇതെന്താ ചാളക്കരക്ക് പ്രേമികളിലൂടെ ഫിനിഷ് നോക്കിയാ ചിക്കൻ ബിരിയാണി തീർന്ന് ഡൽഹി का फूड है അപ്പോൾ ഓണർ പോയി ഡൽഹി नाम क्या है साद खान अपने दिल्ली പോവാൻ നമുക്ക് ആളായിട്ട് मैं दिल्ली आएगा इंशाल्लाह अगला कुतुब मीनार पूरा देखेगा हमारा मालिक हमारा दोस्त है अभी മുട്ടിച്ച് ഇത് മുട്ടിച്ച് മുട്ടില്ല അത് മുട്ടിക്കണ്ട 2 റൗണ്ട് മുട്ടിയേ അവിടെ മുട്ടിച്ചാൽ അമ്മക്ക് പോകാൻ പറ്റില്ല കേട്ടോ ആളാവോ എല്ലാവർക്കും ഇരിക്കാൻ പറ്റുമോ ഒരെണ്ണം മുട്ടിച്ചാൽ പോരാ 2 മുട്ടിയോ എന്തുട്ടാ ഇല്ല ആ വീഡിയോ വന്നാറേ അതിന് സീനൊന്നുമില്ല വീഡിയോ എന്തോ मुश्किल नहीं कोई मुश्किल नहीं तुम आओ हाँ वो तुम इधर रखो वो मुश्किल नहीं ये जो है बटर चिकन नहीं है आपका चिकन टिक्का है जी मलाई टिक्का कहते बढ़िया अच्छा है अल्हम्दुलिल्लाह बढ़िया कितना पीस है यहाँ पे 4 पीस है फुल में 8 पीस है और ड्रिंक मिल जाएगी आपको ड्रिंक में भी बहुत सारी चीज है ये नियारी बिहारी बीफ का ईद के बाद इंशाल्लाह चिक्का मात्र लो अभी आपको भाईजान सर ये मिल जाएगा रोटी है खमीरी रोटी है तंदूरी रोटी है बटर तंदूरी रोटी है और ये आपका प्लेन नान है बटर नान है गार्लिक नान है बिरयानी फिनिश हो गई ബിരിയാണി തീർന്നു എന്റെ പുള്ള ആരൊക്കെ വന്നേക്കണേ ബട്ടറാണെന്നേ ബട്ടറല്ലേ ഇവന് നോമ്പുകൾ തന്നെ കഴിച്ചു നോമ്പുകൾ ഞാനൊക്കെ കഴിക്കാനുള്ള വയറുണ്ടാവുള്ളൂ കട തല്ലിപ്പൊളിക്കുമാര് കട തല്ലിപ്പൊളിക്കും നോ നോ ഡ്രിങ്ക്സ് ഓൺലി ഫുഡ് നീ കഴിക്കല്ല റഹീമാൻ സ്പൈസി ആയിട്ട് വന്നിട്ട് ഓർഡർ ചെയ്ത് എനിക്ക് ഓർഡർ ചെയ്തോ അതെ എനിക്ക് വേണ്ടായിരുന്നു ഞാൻ കഴിച്ചതാ വിശക്കണില്ല അതെന്നെ ആലോചിച്ചു
ഒരു നാം പറഞ്ഞാ മതി. കറിയിലേക്ക് കുക്കള്ള കറി അതെല്ലാം കഴിക്കാനുള്ള വയറില്ലാണ്ട് ഇതൊക്കെ കഴിക്കണം എങ്ങനെ? വായി എടുത്തു നോക്കാണ്ട് നീ വല്ല ആൾക്കാരെ മനുഷ്യന്മാരെടുക്ക്. എന്റെ റസാക്ക ഞാൻ ബാഗിൽ ഡബ് ചെയ്യാം. ഹലോ ഹലോ അക്കു 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 നോമ്പ് പിടിക്കണ്ട നാളെ. അക്കു നോമ്പ് പിടിക്കണ്ട. സൗമാദിൻ അൻ അദായി ഫർള് റമദാനി ഹാദീസ് അനത്തിലില്ലാഹി തആല. അപ്പൊ നാളെ നോമ്പ് പിടിക്കണ്ടപ്പോ കാണിക്കേ അക്കു നാളെ നോമ്പ്. അപ്പൊ ഇത് കൂടി കൂട്ടി 4ാമത്തെ നോമ്പ് പിടിക്കുന്നത്. നിന്നെ തെളിയിക്കേണ്ട കാര്യം എനിക്കില്ലല്ലോ. മറ്റോട്ട് എല്ലാ നോമ്പ് വെറുതെ പറയട്ടോ. നമ്മുടെ സുഹൃത്തുക്കളെല്ലാരും എല്ലാം നോമ്പ് പിടിക്കുന്ന ആൾക്കാരാണ്. പിന്നകത്ത് നോമ്പ് പിടിക്കാത്ത ഒരാളുണ്ട് ഈ സൽമാൻ. അത് റസാക്ക് മാത്രം. ഞാൻ ഓർത്ത് പിന്നെ എന്നേക്കും പറയാൻ പോണേ. ക്യാമറ കണ്ട പിന്നെ ക്യാമറക്ക് മുന്നേ ഒരു മറ്റേ സാധനം ഇങ്ങനെ എടാ ഒരാള് പനി കൊടുത്തു നോട്ടെ. ഞാൻ സാധനം കഴിക്കൂല. അതല്ല പീക്കല് ഇതിന് പിള്ളേരൊന്നും ഉണ്ടായില്ല. കുറച്ച് പിള്ളേരുണ്ടായുള്ളൂ നോമ്പുറത്ത്. അത് പിന്നെ പറയാം. മനസ്സിലായ? നീ പറഞ്ഞാ കേക്കൂല. അപ്പൊ നമ്മൾ ഫൈനലി ഒരു ഷോപ്പ് കണ്ടുപിടിച്ചിരിക്കുകയാണ്. എന്നെ വേണ്ട, ഞാൻ പറഞ്ഞിട്ട് എടുക്കണ. വിആറിൽ നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ ഫുഡാണ്. ഡൽഹി ഗൈസ് ഇവിടെ പാകിസ്ഥാനിലെ റൊട്ടി, ബട്ടർ നാൻ, തന്തൂരി അങ്ങനത്തെ മുതലായ ഐറ്റംസ് കിട്ടും. നമ്മളിന്ന് വെറൈറ്റി ആയിട്ട് അവതരിച്ച് വന്നേക്കാണ്. ബാക്കി പറയുന്നതിനായി വ്ളോഗർ ഉസ്മാനെ ക്ഷണിക്കുന്നു. നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് ഈ കടയുടെ പേരെന്താ? അത് മുടിക്കലുള്ള നോർത്ത് ഇന്ത്യൻ കടയിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അതല്ല, അലാവുദ്ദീന്റെ അത്ഭുത വിളക്കൊട്ട് ഷാജഹാൻ ചക്രവർത്തി. അത് മറ്റാണോ? ഷാജഹാനാണോ? അല്ല, ഇത് എത്രാമത്തെ കടയാന്ന് പറയട്ടെ? ഇതിപ്പോ 5ാമത്തെ കടയാ. ഇവനവന് കൈ അല്ല ഇവരാരൊക്കെയാണ്? ഇവരൊക്കെയാണ്. അക്കുക്ക് വിഷമം ചിക്കൻ വിളിക്കാൻ പറ്റില്ല, മെസ്സേജ് അയക്കാൻ പറ്റില്ല. പേഴ്സണൽ മാറ്റർ വേണ്ട. പേഴ്സണൽ പറയണ. നിനക്ക് പ്രശ്നം എന്തെങ്കിലും ഉണ്ടോ? കാട്ടാക്കട കാട്ടാക്കട ശബ്ദോട്ടല്ലേ ഒറിജിനലാണോ? ടൈറ്റാനിന്റെ വാച്ച്? ടൈറ്റാനിന്റെ വാച്ച് ഒറിജിനലാണോ? പിന്നെ ഇതാ ഡൽഹിയിൽ ഞാൻ കണ്ടതാ. അത് ഷുഹൈബ് കൊടുത്ത വാച്ച് 50,000 രൂപ സാർ. വാച്ചിന് എത്ര രൂപ അറിയോ? 50,000 രൂപ. എന്റെ ഡാഡി ഗിഫ്റ്റ് കൊടുത്താ. പുള്ളിക്ക് ആരാണ്ട് ഗിഫ്റ്റ് കൊടുത്താ. പുള്ളി കിട്ടി ഏത് നൈസായിട്ട് 5 crore പറയണം. 50,000 രൂപ. 50,000 രൂപ. നമ്മളെ പണ്ട് പോലെ ഞങ്ങളുടെ ഗ്രാങ്ങില് ഏറ്റവും കൂടുതൽ അമ്പൂര. അതിനും അമ്പൂര ശരി. സ്റ്റോറി അതില്ല സാധനം വെച്ച് ബ്ലോഗിൽ കാണിച്ചു കൊടുക്കലായിരുന്നു. എന്റെ മോനെ 2 നായ്ക്കൾ സീന്. അപ്പൊ ആണോ വീഡിയോ വെച്ചടാ സബീലെ?
നെഞ്ചിത്താനേ നെഞ്ചിഞ്ചിത്താനേ അറിഞ്ഞു ഇതിനൊക്കെ പുറകെ നീ കഴിവേറെ കുഴപ്പമില്ല, നമുക്ക് അവസരങ്ങൾ കിട്ടും. അപ്പൊ ഇത് ഈ ചിരി ഈ കാര്യത്തിലല്ല അവനപ്പൊ തന്നെ കാര്യം പറ്റി. ഇല്ല നമുക്ക് ഞാൻ അച്ഛനാ എല്ലാരും ബിഹൈൻഡ് ദി ക്യാമറ ഒരു വാണുണ്ട്. റൂഫ് റഹ്മാൻ ഞാൻ മുടി വളർത്തിയിരിക്കുന്നതാണ്, അവനാണ് അവൻ. ഇമാതിരി അപരാധൊക്കെയാണ് നമ്മളെ കാണിച്ചു വെച്ചാണ്. അപ്പോഴും നമ്മൾ ഓൾഡ് സൽമാൻ ഓൾഡ് എങ്ങനെയാ പോസ്റ്റിലേക്ക് എത്തി നീ ഉറക്കത്തില്? ഇവന്റെ വേറെ പോസ്റ്റ് ഉണ്ട്. ഞാൻ എന്റെ ഫോണിൽ കിടപ്പുന്ന റൈമ ഞാൻ കാണിച്ചു കൊടുക്കും. വ്ളോഗിൽ കയറും റൈമ. നീ അവിടെ കാണിച്ചു അവന്റെ മുഖം പോയതുണ്ട്. റഹീമിന്റെ പോസ് റഹീം ഉത്തരാഖണ്ഡിലേക്കൊക്കെ വിളിച്ചു തുടങ്ങി കഴിയുമ്പോഴത്തേക്ക് സമയവും. അതിന്റെ ഇടയില് മെറുഫ് ടെൻഷനായി. ഇന്ദിരാഗാന്ധി അല്ല സോറി എന്നൊക്കെ മെറുഫ് പേടിക്കാന്നല്ല, നിന്നൊന്നും പറഞ്ഞുള്ള മെറുഫ് പെട്ടെന്ന് ടെൻഷനായി പോയി പുള്ളി. പാവം നമ്മുടെ ബ്ലോഗിൽ ഇല്ലാത്ത സാധനം കമന്റുകളാണ്. എല്ലാരെയും പറ്റി ഒന്ന് കമന്റ് ചെയ്യണോ? ഇത് ഞങ്ങളുടെ 5 ഏക്കർ എല്ലാരും നമ്മുടെ ആഗ്രഹം എല്ലാരും. അപ്പൊ നമ്മുടെ പയ്യൻ അക്കൂക്കാണ് എല്ലാരും എല്ലാരും ഒന്ന് ദുവ ചെയ്യാ. കമോൺ ഓക്കെ വൻസിടണ്ടേ? കിട്ടിയാ സാധനം കിട്ടിയില്ലല്ലോ. അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത പോയി കിട്ടണേ റഹീമിന്റെ. പാടത്തല്ല നീ എല്ലാം നമ്മള് എന്തിലൊക്കെ ചർച്ച ചെയ്യും. നീ ഉൾപ്പെടെ നീ ചുമ്മാ നമ്മുടെ സുഹൃത്തുക്കൾ എങ്ങനെ പറയണേ? ഇവൻ വേറെ ബ്ലോഗ് വൈക്കൂരി കൊടുക്കാനൊക്കെ പറയുന്നുണ്ട്. പുതിയ ബ്ലോഗർ നജീഖാക്ക് ശേഷം ഞാൻ പറയാം. മൗലൂദരയിലെ കഴപ്പിടിച്ച പിള്ളേരാണ് എല്ലാരും. റസാക്ക് ഗാർഡിയൻ ഓഫ് ദ ഗ്രൂപ്പ്. ഗാർഡിയൻ എന്നല്ലേ പറഞ്ഞോളൂ. പിള്ളേരെ നേർവഴിക്ക് നടത്തുന്നവൻ. ഇർഫാന്റെയും സൽമാന്റെയും പാർട്ണർ. പിന്നെ ഇത് റഹീമ്. പെണ്ണുങ്ങളുടെ ഒരേ ഒരു രോമാഞ്ചകുലിതനായ റഹീം. ഇത് നമ്മുടെ റിസ്വാൻ. ബ്ലോഗറാന്നാണ് സ്വയം അവകാശപ്പെടുന്നത്. ഇത് ജയ് രോമാഞ്ചമായ ഇർഫാൻ. ഇത് റെയിൽസോൺ എന്തുട്ടാ റെയിൽസോൺ വീൽസിന്റെ ഒരേ ഒരു ഉടമ ബില്യനറാണ്. നെക്സ്റ്റ് ബില്യനർ. ഇത് സൽമാൻ ഇന്ദിരാഗാന്ധിയിലെ പഴയ റോമിയോ ആയിരുന്നു. ഇപ്പൊ ഇച്ചിരി റിട്ടയർഡ് ആണ്, പ്രായമായി. ഇത് സൈനപ്പയുടെ ഒരു ചെറുക്കൻ. മ്യൂട്ട്. ഓക്കെ, നമുക്ക് എന്താ പറയണ്ട, അക്കുവിനെ കുറിച്ച് ഒരു ഇൻട്രഡക്ഷൻ പറ. അതെ, ബാപ്പ കാലിയെല്ലാം എടുക്കും എന്ന് പറഞ്ഞ ഫുട്ബോളിൽ നിന്ന് വിരമിച്ചു. ഇത് ഞങ്ങളുടെ ഒരു ഇൽമിയായ പുള്ള ഹാഫിലാണ്. ഇത്ര നേരം താഴ്ത്തിരുന്നാണ് ഇത്ര നേരം നിന്റെ നേതാവ്. എല്ലാവർക്കും ഒരു ആശ്വാസം. കണ്ണു നോക്കി ഫുഡ് കണ്ണു തുറക്കണം. അതിനകത്ത് പറഞ്ഞ കാര്യമില്ല.
പറയല്ലേ അളിയൻ ചന്തി ആയതുകൊണ്ടെങ്കിൽ ഷഡ് ഇടാറില്ല. ഷഡ് ഇടൂല. അങ്ങനെ പറയല്ലേ. അണ്ടർവെയർ കൊള്ളാന്ന് പറ. അത് ആരെ കണ്ട പഠിച്ചെന്ന് വെച്ചാ ഇവന്റെ പാർട്ട്ണറും ഇവരും അങ്ങനെയാണ്. അടി അകത്തൊന്നും ഇടാറില്ല. അണ്ടർവെയർ ഫ്രീ ആയിട്ട് എടുക്കാനാണ് റസാക്കിന് താല്പര്യം. ഒരു പാർട്ട്ണർ നല്ലവനാ. ആകെ എല്ലാവരും ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ. ബാക്കി രണ്ടെണ്ണം ഒരെണ്ണം കോണായിട്ടില്ല, ഒരെണ്ണം ഷർട്ട് ഇടൂല. ബൈക്ക് ഒന്നി തള്ളടേന്റെ ഇടയിൽ വണ്ടി വിട്ടിട്ട് ഹോസ്പിറ്റലിൽ ചെന്ന് ഇൻഡസ്ട്രിയുടെ കാരണം നേഴ്സിനോട് പറയാൻ പറ്റൂല. അപ്പൊ എന്തെന്ന് വെച്ചാൽ പറയാ ചട്ടിയിട്ടുള്ള അത് നമ്മുടെ കൂട്ടുകാർ. അങ്ങനെ എല്ലാ സാഹചര്യത്തിലും അണ്ടർവെയറിന്റെ കാര്യമൊന്നുമില്ല കേട്ടോ. ഇതൊക്കെ കുറിച്ച് കാനെ കുറിച്ച് അറിഞ്ഞപ്പോ എന്താണ് എനിക്ക് പറയാനുള്ളത്? ഒരു ഷഡ്ഡി ഇട്ടൂടാ. അപ്പൊ നേരത്തെ എല്ലാവർക്കും ഇൻട്രൊഡക്ഷൻ കൊടുത്ത പിരിവിട്ട് ഇർഫാനൊരു ഷഡ്ഡി വാങ്ങിച്ചു കൊടുക്കണം. ഞാൻ പറയാം. ഏത് ഒരു മിനിറ്റ് അതല്ല ഈ പറഞ്ഞ റഹീമും ഈ പ്രായത്തില് ഷഡ്ഡിടൂല. ഞാൻ പറയാ റഹീം ഒരു 2018 ഷഡ്ഡിടൂല. 2018 റഹീം ഷഡ്ഡിടൂല. 10ാം ക്ലാസ് റഹീം ഷഡ്ഡിടൂല. റഹീം നിക്കറല്ലാണ്ട് മുണ്ട കൊടുത്തിട്ട് വരും പുള്ളി കവളിച്ച്. വേറെ സീനുണ്ട്. പുള്ളി മുഴുവനാണ് വീട്ടിൽ നടന്നോണ്ടിരുന്നത്. ഞങ്ങളെടുത്ത് വീട്ടിൽ കയറാൻ തുണിയിലാണ്ട് നടക്കാറ് വേഗം. അല്ല അന്ന് എത്ര വയസ്സുണ്ട്? അന്ന് എത്ര വയസ്സുണ്ടെന്നറിയോ? ഞാനൊക്കെ അസറിന് പള്ളിയിൽ വിളിക്കാൻ പോയതാ. പുള്ളി തുണിയിലാണ്ട് നടക്കാം. അന്ന് 16 വയസ്സ് 17 വയസ്സുണ്ട് കേട്ടോ. എന്ത് ചെയ്യാനാ? ഇൻഫർമേഷൻ തെറ്റാണ്. ഇനി എല്ലാവർക്കും എല്ലാരും ഇൻട്രൊഡക്ഷൻ ചെയ്ത മെഹറൂഫ്. പണ്ട് മെഹറൂഫിന് ഒരു കാലം ഉണ്ടായി. പൾസർ ബൈക്കിന്റെ ബാക്കില് നോ ഗേൾസ് പെട്ടെന്ന് അവൻ വരുമ്പിന് പറഞ്ഞു കേട്ടോ. അവൻ വരുമ്പിന് നമുക്ക് അവൻ അടിക്കാം. അവൻ വരുമ്പോ പെട്ടെന്ന് അവിടുന്ന് വരുമ്പോ പറയണോ എന്ത് ഇപ്പൊ ഫുഡ് കിട്ടിയില്ലെങ്കിൽ ഇവന്മാര് നമ്മളെ പിടിച്ച് കടിക്കൂലോ ഇങ്ങനെ പോയാ. പുതിയ വ്ളോഗർ എത്തിയിട്ടുണ്ട് നാട്ടിൽ. പുതിയ വ്ളോഗർ പണ്ട് പണ്ടില്ല. വെറുതെ +2 കാലഘട്ടം. +2 ഞാൻ പറയാ അളിയന് ഒരു പൾസർ കിട്ടില്ല. മറ്റേ കൊമ്പൻ മറ്റേ ഇതില്ലേ പുള്ളി എക്സോസ്റ്റ് ചെയ്തു. വണ്ടിയിൽ കയറ്റാവുന്ന എല്ലാ സാധനം കിട്ടി. പൾസർ കട്ടിട്ട് പൊക്കി. വണ്ടിയാണ് പൊങ്ങി. എല്ലാം ഉണ്ടായിരുന്നു പുള്ളിയുടെ. അതൊന്നല്ല ഹൈലൈറ്റ്. ഈ പുള്ളിയുടെ വണ്ടിയിൽ ഒരു ദിവസം ഒരു പെണ്ണ് ചാരിയിരിക്കാം. ഇവൻ അങ്ങോട്ട് ചെന്നിട്ട് നേരെ പെണ്ണിനെ കരണ്ടും പൊത്തി വെച്ച അടി. ആളിയാ ഇവൻ അടിച്ചു ആ പെണ്ണിനെ. വണ്ടിയിൽ ചാരി ഇരുന്ന് പറഞ്ഞു. എന്നിട്ട് ആ പെണ്ണിന്റെ അടുത്ത് ചൂണ്ടി കാണിക്കുന്നത് കണ്ടില്ലേ? വണ്ടിയിൽ ഗേൾസ് പ്രോബ്ലം. പക്ഷെ അവന് അടിച്ചു, പെണ്ണിനെ അടിച്ചു. ഇല്ലാട്ടോ മച്ചാനെ, നമ്മളാരെല്ലാം അങ്ങനെ ചെയ്യും. നമ്മുടെ വണ്ടിയിൽ ചാരി നിന്നെന്ന് പറഞ്ഞ് എത്ര സിഗ്മയാണല്ലോ, എത്ര ഞാൻ പറയാ. പക്ഷെ ഇപ്പൊ പുള്ളി പൂക്കിയ ഏത് ഇപ്പൊ പുള്ളി പൂക്കിയ സാധനം എന്തുണ്ട്? സാധനം വന്നു. അക്കു എടാ 4 ഇതൊരു ഒരെണ്ണം വരാണ്ട്. ഗായ്സ് ഞങ്ങള് പിടിച്ചോളാം. ഒന്ന് പിടിച്ച് എവിടെ വരാണ്ട്. അപ്പൊ യുദ്ധത്തിലേക്ക് കടന്നേക്കാണ്. ഇനി യുദ്ധത്തിന് ശേഷം ബാക്കിയുള്ളത് വിശേഷങ്ങൾ കാണാം. ഓണാക്കിയ അപ്പൊ നമ്മള് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞേ തമ്പനയിൽ എടുക്കാന്ന് പറഞ്ഞു. തമ്പനയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാ ഇങ്ങനെ കൂടെ മറ്റേ എന്ത് നമ്മള് വീഡിയോയുടെ ഫ്രണ്ടിൽ പറഞ്ഞ മറ്റേ ഫോട്ടോയാ അക്കു അവിടെ വന്നിട്ട് അതൊന്ന് കുറച്ചു തരാൻ പറയും. തമ്പനയില് നീവിനെന്തിനാ കുറച്ചു തരാൻ പറഞ്ഞേ? അവരെ നമ്മളെ തമ്പനയിൽ എടുക്കാൻ തമ്പനയിലുണ്ട്.
ബൈ ബൈ. अच्छा अच्छा फूड अच्छा है आएगा आएगा ഇവിടെ ഉറങ്ങണം ഇവിടെ അപ്പുറം ഇന്ത്യ ഗേറ്റ് ഉണ്ട്. ഇന്ത്യ ഗേറ്റ് ഉണ്ടല്ലേ? അപ്പൊ ഡൽഹി പോയി ഇന്ത്യ ഗേറ്റ് കാണാത്തവർക്ക് വാ ഇന്ത്യ ഗേറ്റ് ഒക്കെ ഉണ്ട്. വാ വാ വാ. ഇന്ത്യ ഗേറ്റ് ഉണ്ട്, റെഡ് ഫോർട്ട് ഉണ്ട്, ലോട്ടസ് ടെമ്പിൾ ഉണ്ട്, പിന്നെ മുടിക്കൽ ജുമാ മസ്ജിദ് അല്ല, ഇത് മറ്റേ നമ്മുടെ താജ്മഹൽ ഉണ്ട്. ഇത് മറ്റേ പള്ളി ജസാമുദ്ദീൻ അല്ല അപ്പറുണ്ട്. ഞാട്ടില്ലേ വേറെ ഫ്രമാൻ ഇങ്ങോട്ട് പൈസ വാ 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 വാ. ഇന്ത്യ ഗേറ്റിന്റെ അടുത്ത് നമുക്ക് ഫോട്ടോ എടുക്കാം. തമ്പനയില് ഇന്ത്യ ഗേറ്റ് കാണണ്ടാ. റെഡ് ഫോർട്ട് മനസ്സിലാവൂല ഇല്ലല്ല. എടാ ഇന്ത്യ ഗേറ്റിന് ഫ്രണ്ടിൽ തന്നെയാണോ? എടാ ഇന്ത്യ ഗേറ്റിന് അപ്പുറം സൈഡിലിട. എന്നിട്ട് അറിയ കിട്ടളേ എന്താ നോക്കണേ? ഇവിടെ ചർച്ചയുണ്ട്. തിരിക്കടാ ഇവിടെ കാണിക്കടാ. बोलो बोलो भाई बोलो. ये आदमी आएगा तो दिल्ली में जाएगा. मैं दिल्ली मैं एक बार गया फिर वेर भी आएगा. कर्नाटक प्लेस जंतर मंतर बोलना वहाँ जाकर. ओ क्या है उधर बहुत घूमने की जगह है. घूमने के लिए उधर क्या वो उधर का मार्केट होटल का मालिक है हमारा मालिक. अब यूट्यूब पे फुल व्लॉग है. फुल इंस्टाग्राम में भी फॉलो करो. इंस्टाग्राम पे भी करेंगे इंशाल्लाह. आपका नाम क्या ब्रो? मेरा सब्सक्राइब സൽസുബി ഫോളോവർ അല്ല. सेम नहीं है. थोड़ा एक डॉट एक बार है. हाँ എടാ RIZPAL അത് ഇതിലാ യൂട്യൂബിലാ. നീ ഇതിലാ അടിക്കണ അല്ല BANN अच्छा गाना अच्छा है. नेक्स्ट टाइम तंदूरी भी ट्राई करो आप. हाँ उसके बाद बीफ नारी भी होगा हमारे पास. चिकन कोरमा, बीफ कोरमा, पूरा और सारा आइटम भी आएगा ईद के बाद इंशाल्लाह. ओल्ड दिल्ली आइटम. दिल्ली में हम गया जमा बस फूड स्ट्रीट पे पूरा खाना खाया. स्पाइसेस भी उधर से ही आता है पूरा टोटल सब. ചാനൽ അപ്പോൾ വിളിച്ചിനി ഡൽഹിക്ക് പോവാണെങ്കിൽ. ओल्ड दिल्ली. കേരള में ओल्ड दिल्ली ഓൾഡ് ചേഞ്ച് കറോ. ഓൾഡ് ദില്ലി ഇടാലോ. പിന്റു കാക്ക നമ്മുടെ കൂടെ ഇത്ര നേരം ബ്ലോഗിൽ ഉൾപ്പെട്ട പിന്റു കാക്ക് രണ്ടു വാക്ക് സംസാരിക്കാനാണ് നമ്മൾ പിന്റു കാന്റെ സംസാരിക്കുന്നത്. രണ്ടു വാക്ക് എന്താ പറയാനാടാ. ഇതിലൊക്കെ പറയും. എന്തായാലും നിങ്ങളെല്ലാരും വന്നതിൽ ഭയങ്കര സന്തോഷം. നമ്മുടെ അൽക്കാൻ എന്ന് പറഞ്ഞ ഡൽഹി ടേസ്റ്റുള്ള ഫുഡുകളാണ്. നന്ദി ആവട്ടെ. എല്ലാരും ഒന്നുകൂടി പോകും. നമ്മള് അവന്മാര് കയറിണ്ടാവുള്ളൂ. എന്തുമാര് അതേലോ അവനെ കയറിണ്ടാവുള്ളൂ. 4 കടക്ക് ശേഷമാണ് ഇവിടെ കയറുന്നത്. അഞ്ചാമത്തെ കടയത് ഇന്നത്തെ അഞ്ചാമത്തെ കടയത്. എങ്ങനെയുണ്ടായി ഫുഡ്? എങ്ങനെയുണ്ടായി? അതല്ലേ രസായി. നമ്മള് വരും. നോമ്പൊക്കെ കഴിഞ്ഞിട്ട് ഒരു ദിവസം വയറ് തച്ച് കഴിക്കാൻ കടയുടെ പേരാൻ കൊടുത്ത ഡൽഹി ഡൽഹി കേരള ഡൽഹി. അപ്പൊ ഫുഡ് കഴിക്കാനായിട്ട് എല്ലാരും അൽക്കാൻ സാധനം എടുക്കാനുണ്ട്. ഓഫ് ചെയ്തു. അപ്പൊ ഗൈസ് അപ്പൊ ഇന്നത്തെ വ്ളോഗ് ഇവിടെ നിർത്താണ്. അപ്പൊ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ 4000 കടന്നിരിക്കുന്നു. 250 വ്യൂസ് കടന്നിരിക്കുന്നു. അപ്പൊ കമന്റ് ചെയ്യാ ചിരിക്കണതാ. അപ്പൊ ഓക്കെ ബൈ ബൈ. ഗുഡ് നൈറ്റ്.
ബൈ ബൈ. ഇവര് വിടല്ലോ. വീട്ടിൽ പോടാ.